കുറച്ചു ദിവസമായി തന്റെ ഈ കോച്ച് വാദം കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കുട്ടികൾക്ക് വിറയൽപ്പനി പകർത്താൻ വേണ്ടിയല്ല തനിക്ക് ഞാൻ ശമ്പളം തരുന്നത്. ജോലി തന്നപ്പോ തന്നോട് ഞാൻ എന്താ പറഞ്ഞത്? പാട്ട് പഠിപ്പിക്കണമെന്ന്. ശരിയാ, പക്ഷേ ഫാദർ ഇടിക്കുള്ള പഠിപ്പിക്കാൻ പറഞ്ഞ പാട്ട് ഇതല്ല. അടിപൊളി ഇടിപൊളി പാട്ടാ. ഇവരെ ഒന്നും സംഗീതോത്സവത്തിനോ ത്യാഗരാജ കച്ചേരിക്കോ കൊണ്ടുപോകാൻ എനിക്ക് ഉദ്ദേശമില്ല. ഉത്സവകാലമാ വരുന്നത്. 100 ഗാനമേള നടത്തി ഇത്തിരി ചില്ലറ ഉണ്ടാക്കണം. തനിക്ക് പറ്റുമെങ്കിൽ ആളുകളെ പിടിച്ചിരുത്തുന്ന 5-6 പഞ്ചാരപ്പാട്ടുകൾ എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ക്ലാസിക്കൽ മ്യൂസിക് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് സിനിമാ പാട്ട് പഠിപ്പിക്കുന്നത് ഒരുതരം വഞ്ചനയല്ലേ? താൻ യേശുദാസായിക്കോ, യേശു ക്രിസ്തു ആകണ്ട. പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കണ്ടേച്ചു വേണം പോവാൻ. സിനിമാ പാട്ടെങ്കിൽ സിനിമാ പാട്ട്. കടലിനക്കരെ പോണോരേ പാടിക്കോളൂ. കടലിനക്കരെ പോണോരേ കാണാപ്പൊന്നിന് പോണോരേ കടലിനക്കരെ പോണോരേ. ഫാദർ കാണണോന്ന് പറഞ്ഞത്? പിടിച്ചോ തന്റെ ശമ്പളം, തന്റെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല. അല്ല ഫാദർ, ഞാൻ സിനിമാ പാട്ടുകൾ പഠിപ്പിച്ചു തുടങ്ങി. സമ്മതിച്ചു. കച്ചവട സ്ഥാപനം തന്നെയാണ്, കല വളർത്തുകയല്ല എന്റെ ഉദ്ദേശം. ഈ കലാതിലകം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പെട്ടിയിൽ 10 കാശ് വീഴണം. എനിക്ക് അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ തന്നെ പോലുള്ള ചെമ്പൈമാരെ എനിക്ക് ആവശ്യമില്ല. പണം പിടി. യുവദാസേ, എന്തോ? എനിക്കുള്ള പാലും മുട്ടയും ഇങ്ങെടുത്തോ. കൊണ്ടിരുന്നേ. എന്താടോ കുന്തം പിടിക്കാൻ പോലെ നോക്കി നിൽക്കുന്നേ? നോക്കി നിന്നിട്ട് ഒരു കാര്യവുമില്ല. പാല് പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും തനിക്കാൻ തരത്തില്ല. യുവദാസേ, എന്തോ? നാളെ മുതൽ നീ പിള്ളേരെ പാട്ട് പഠിപ്പിച്ചാ മതി. അയ്യോ അച്ഛോ, ഞാൻ മതിയെന്ന് ഞാനാ പറയുന്നത്. നിന്റെ പാരടി പാട്ടില് അല്പം അശ്ലീലം ഉണ്ടെങ്കിലും ഒരു ഹരമുണ്ട്. കഷ്ടം തന്നെ. വലിയ വലിയ കലാകാരന്മാരെ വളർത്തിയെടുത്തിട്ടുള്ള ഫാദർമാർക്ക് ഇടിക്കുള്ള ഫാദർ ഒരു അപമാനമാണ്. ഇറങ്ങി പോടോ. അല്ലെങ്കിൽ ഞാനിവിടെ താമസിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ പിള്ളേരെ പിഴിഞ്ഞെടുത്ത ഈ കാശ് കയ്യിൽ തന്നെ അങ്ങ് വെച്ചോണ്ടാ മതി. അതുകൊണ്ട് പാലും മുട്ടയും പിന്നെ ജീരകമുള്ളതെന്ന് ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതും അങ്ങ് വാങ്ങിച്ചോ. കുഞ്ഞാട് രാവിലെ എങ്ങോട്ട് പോകുന്നു? നിന്റെ മാതൃ സഹോദരിയായ ഈ മറിയാമ്മ നീ രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു ജോലിക്ക് അപേക്ഷിച്ചിരുന്നു. നിന്റെ കഴിവിനെ പരീക്ഷിക്കുവാനുള്ളൊരു ദൂതാണിത്. ഇന്ന് രാവിലെ തന്നെ നീ അവരുടെ സന്നിധിയിൽ എത്തിച്ചേരണം. എന്റെ പൊന്നമ്മച്ചിക്ക് ഞാൻ ജോലിക്ക് പോയില്ല എന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എനിക്ക് മോഹൻലാൽ ആവണം, അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി, അല്ലെങ്കിൽ ഒരു സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ മറിയാമ്മച്ചേടത്തേക്ക് ഈ മുഖം? എന്റെ ദൈവമേ, അങ്ങയുടെ കുഞ്ഞാട് ചെകുത്താന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു. ഇവന് മോചനം, മോചനം, മോചനം. എന്റെ മറിയാമ്മച്ചേടത്തി, ഞാൻ പോയി 1-2 പ്രൊഡ്യൂസർമാരെ കണ്ടിട്ട് വരട്ടെ. അപ്പോ മോന്റെ ജോലി? അത് പോയി. ജോലിയെടുത്ത് തിന്നുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? ജോലി ചെയ്യുന്നെങ്കിൽ അത് സിനിമാ ജോലി മാത്രം, അതും അഭിനയം. കുഞ്ഞാടെ, അലഞ്ഞു നടക്കുമ്പോൾ അപ്പം ഭക്ഷിക്കാൻ ഇതാ നിനക്ക് കർത്താവിന്റെ വെള്ളി. എന്റെ അമ്മച്ചി പോയെങ്കിൽ എന്താ, എന്നെ സ്നേഹിക്കാൻ കൊച്ചമ്മച്ചിയെ കിട്ടിയല്ലോ. യേശുവാണ് മോനെ സ്നേഹം, സ്നേഹമാണ് മോനെ യേശു. ഓക്കേ. എന്റെ കുഞ്ഞാടിനെ ഞാൻ നിരത്തിലേക്ക് അയക്കുന്നു. അവനെ തിരിച്ചേൽപ്പിക്കേണ്ട ചുമതല നിനക്കാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യുവരാജിന്റെ പാട്ട് എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്താണോ കഴുതരാകാൻ നേരത്തെ കഴിഞ്ഞു? എവിടെ ചെമ്പൈ? അറിയില്ലേ, ചെമ്പൈ ഇടിക്കുളച്ചൻ സംഗീതോത്സവത്തിന് വിട്ടിരിക്കുക. സമ്മാനമായി വരും അല്ലേടി? സംഗീതോത്സവം എവിടെ? നിന്ന് ചിരിക്കാതെ കാര്യം പറവിള്ളാരെ. ബിന്ദിനെ കണ്ടിട്ട് ഒരു കാര്യമുള്ളതാ. ബിന്ദിയേട്ടനോട് കാര്യം പറയാൻ ധൃതിയൊന്നും പിടിക്കണ്ട, സദാ വീട്ടിൽ തന്നെ ഉണ്ടാവും. ബിന്ദി സാറിന്റെ ജോലി പോയി. ഇന്ന് തൊട്ട് യൂദാസ് പാട്ട് പഠിപ്പിക്കണേ. എന്റെ കർത്താവേ, യൂദാസ് പാട്ട് പഠിപ്പിക്കുന്നു? ആ, ആര് പഠിപ്പിച്ചാലും നിങ്ങളുടെ കാര്യം പോക്കാ. പക്ഷേ ഞാൻ തന്ന കത്തിന്റെ മറുപടി ഞാൻ മറിയാമ്മച്ചേടത്തി ഏൽപ്പിച്ചേക്കാം. അയ്യോ, വേഗം എടുക്കുന്നേ. ആരെങ്കിലും കണ്ട മുത്തച്ഛന്റെ കയ്യിൽ നിന്ന് തല്ലി കിട്ടും ഞങ്ങൾക്ക്. എടുക്കെടുക്കുന്ന വന്ന എന്റെ കയ്യിൽ തന്നെ അങ്ങോട്ട് എത്തിച്ചെടുപ്പ്. ആര് ചേച്ചി? നിന്റെ അമ്മാവനുണ്ടല്ലോ ആ പാട്ടുമാഷ്, അയാളോട് പറ വന്ന് എടുത്തു തരാം. ഞാൻ ഇറങ്ങാൻ പോവാ. പ്ലീസ് ചേച്ചി.
എന്നാ പിടിച്ചോ. ഓടിക്കോ. ഏയ് ഭാഗവതരൂട്ട, എനിക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒന്ന് സഹായിക്കോ? ഏയ് ഭാഗവതരെ, ഇഷ്ടം കൊണ്ടല്ലേ ഭാഗവതരൂട്ട എന്ന് വിളിക്കുന്നേ? പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ എന്നെ ഭാഗവതര് കൂട്ടാന്ന് വിളിക്കരുതെന്ന്. ഭാഗവതരെ, ഇവിടെ നിന്നിട്ട് ഉറുമ്പ് കടിച്ചു കൊല്ലുന്നു. ഉറുമ്പ് കടിക്കട്ടെ, കേറിയ താനല്ലേ, താനെ അങ്ങ് ഇറങ്ങിക്കൊണ്ടാ മതി. താനെ ഇറങ്ങാൻ പറ്റത്തുണ്ടല്ലേ? ദേ, എന്നെ ഇട്ടു പോയാൻ ചാടും. ചാടി എനിക്ക് എന്തെങ്കിലും പറ്റിയ ഭാഗവതര ഉത്തരവാദി. ചാടും. 1 2 ചാടും. ഇപ്പൊ ചാടും ഞാൻ. വേണ്ട വേണ്ട, 3 4 പെട്ടെന്ന് ഇറങ്ങി വാ. ആൾക്കാർ കണ്ട അത് ഇതും വിചാരിക്കും. എനിക്കാണെങ്കിൽ പറഞ്ഞു മാവുന്ന പെമ്പിള്ളേരെ ഇറക്കി മുൻ പരിചയം ഒന്നും ഇല്ല. ഇറങ്ങിയല്ലോ. ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എനിക്കറിയാം എന്നോട് ഇഷ്ടാണെന്ന്. ഇത്ര സൊല്ലാന്ന് വിചാരിച്ചതാ. ആ കുരങ്ങൻ വരുന്നുണ്ട്. ഈശ്വര, രക്ഷപ്പെട്ടു. എന്തിനാ ഭാഗവതരെ ഞങ്ങളോട് ഈ ഒളിച്ചുകളി പ്രേമം? പ്രേമമില്ല, ഒരു മണ്ണാൻ കട്ടിയില്ല. എന്താടാ ഒരു കുറവ്? ഓ, നിന്റെ മനസ്സ് നിറയെ അമേരിക്കൻ മതാമയാണല്ലോ. ആണെങ്കിൽ എന്നാ ശരി, പിന്നെ കാണാം. എനിക്ക് വീട്ടിൽ പോയിട്ട് കാര്യമുള്ളൂ. ഓ, ഒന്ന് നിന്നേ. വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും നോക്കാൻ ഇനി നിനക്ക് ധാരാളം സമയമുണ്ടല്ലോ. മനസ്സിലായില്ല. പണി പോയത് ഞാൻ അറിഞ്ഞു. പണിയില്ലാത്ത കൂട്ടുകാരനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇനി ആ കൊച്ചു പ്രേമന്റെ പണി കൂടി പോയാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ച് പൊളിക്കാലോ. നീ പേടിക്കണ്ട, കൊച്ചു പ്രേമന്റെ പണി അങ്ങനെ ഒന്നും പോവില്ല. അവനിപ്പോ ഗർഭരസായനം വിറ്റ് ഓടി നടക്കുന്നുണ്ടാവും. ഇന്ന് പാറുചേച്ചിയുടെ കൂടെ പട്ടം പറപ്പിക്കാൻ പോയ വിവരം മാമൻ അറിഞ്ഞിട്ടുണ്ടാവോ? അതെ ചേച്ചി, എനിക്കും അതാ പേടി. വായനക്കിടെ എന്താ വർത്താനം? ഒന്നുമില്ല പപ്പ. അമ്മേ, ദേ മാമ വന്നു. ആഹാ, ഇതാ ചേച്ചി കുറച്ച് പലഹാരം കുട്ടിയെ കൊടുത്തേക്ക്. വാങ്ങിക്കുമോളെ, ഇന്ന് ഉദ്യോഗക്കയറ്റം കിട്ടിയ ദിവസമല്ലേ, സന്തോഷം കൊണ്ട് കൊണ്ടുവന്നായിരിക്കും. മക്കളെ ഇനി വന്നേ. ഇതകത്തോണ്ട് വെച്ച് കഴിച്ചോ. സ്ഥാപനം നടത്തുന്നവർ പറഞ്ഞനുസരിച്ചാ പോരാ, സംഗീതം വളർത്താൻ നടക്കുന്നു.